ഹായ് ഫ്രണ്ട്സ്, കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഗീതു സ്റ്റോറി വീണ്ടും ആരംഭിക്കുകയാണ്. കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം. ഭർത്താവ് ഗൾഫിലാണെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ പുറകെ പോകുന്ന പെണ്ണുങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ സ്വന്തം അമ്മായിയച്ഛൻ്റെ ഒപ്പം തന്നെ കിടക്ക പങ്കിടുന്ന പെണ്ണുങ്ങളെക്കുറിച്ച് കേൾക്കുന്നത് അത്ര രസമുള്ള കാര്യമല്ല. അത് പിന്നെ അമ്മായിയപ്പൻ ചെറുപ്പമാണെങ്കിലോ? പിന്നെ മരുമോൾക്ക് അങ്ങനെ ഒരു താല്പര്യം തോന്നിയില്ലെങ്കിലേ അതിശയമുള്ളൂ. കേശവനാരുടെ ചായക്കടയിൽ നിന്നും പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു. ജോണിന്റെ ഭാര്യയായ സുമ കുറച്ചു മുമ്പേ അങ്ങോട്ട് നടന്നു പോയപ്പോഴാണ് ഈ അഭിപ്രായങ്ങൾ ഉയർന്നത്. ജോണും സുമയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. സുമയുടെ വീട്ടുകാർക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല ക്രിസ്ത്യാനിയായ ജോണിനെ വിവാഹം കഴിക്കുന്നതിൽ. സുമ ഒരാളുടെ നിർബന്ധമാണ് വിവാഹം നടക്കുവാൻ കാരണം. കുട്ടിക്കാലത്തെ അമ്മ നഷ്ടമായ ജോണിന് പിന്നീട് എല്ലാം അച്ഛനായിരുന്നു. അവന് വേണ്ടി മറ്റൊരു വിവാഹം പോലും വേണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അച്ഛനായ മാത്യു. എന്നാൽ വിവാഹം കഴിഞ്ഞ് കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വലിയ കടഭാരത്തെ തുടർന്ന് ജോൺ ഗൾഫിലേക്ക് പോകേണ്ടി വന്നു. ആ സമയത്ത് ജോണിന്റെ അച്ഛനും ഭാര്യയായ സുമയും ഒറ്റയ്ക്കാണ് വീട്ടിൽ. നന്നേ ചെറുപ്പമായ ജോണിന്റെ അച്ഛൻ ഇടയ്ക്കിടെ സുമയെ ബുള്ളറ്റിൽ കൊണ്ടുവന്ന് ജോലി സ്ഥലത്തേക്ക് വിടുന്നതൊക്കെ നാട്ടുകാർക്ക് പതിവ് കാഴ്ചയായിരുന്നു. ഫിറ്റ്നസ് കാര്യത്തിലും അതീവ ശ്രദ്ധാലുവാണ് ജോണിന്റെ അച്ഛനായ മാത്യു. സത്യത്തിൽ മകനേക്കാൾ ചെറുപ്പമാണ് അദ്ദേഹം എന്ന് പറയുന്നതാണ് സത്യം. സുമയും മാത്യുവും വരുന്നത് കണ്ടാൽ ശരിക്കും അച്ഛനും മകളുമാണെന്ന് തോന്നില്ല. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കിടയിൽ ഇവരെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു സംസാരം നിലനിൽക്കുന്നുണ്ട്. ഇത് പലരും വഴി ജോണിന്റെ ചെവിയിലും എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ജോലി ഉപേക്ഷിച്ച് ജോൺ നാട്ടിൽ വന്നു. അതോടെ ചർച്ചകൾ മുറുമുറുക്കുകയാണ് ചെയ്തത്. ഒരിക്കൽ കേശവനാരുടെ ചായക്കടയിലേക്ക് എത്തിയ ജോണിനോട് നാട്ടുകാരിൽ ഒരുവൻ ചോദിച്ചത് ഇങ്ങനെയാണ്: എന്താ ജോണെ, അച്ഛനും മകനും ഒരേ പാത്രത്തിൽ തന്നെ കഴിക്കുന്നത് ശരിയായ രീതിയാണോ? നിന്റെ കെട്ടിയോളെ നിന്റെ അപ്പൻ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നാണല്ലോ നാട്ടുകാരൊക്കെ പറയുന്നത്. അതാണോ നീ നല്ല ജോലി ഉപേക്ഷിച്ച് വന്നത്? പിന്നെ രണ്ടുപേരെയും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. നിന്റെ ഭാര്യയാണെങ്കിൽ ചെറുപ്പം, അമ്മായിയച്ഛനാണെങ്കിൽ ശരീരവും നോക്കി വളരെ ചെറുപ്പമായി നടക്കുന്നു. രണ്ടുപേരും ഒറ്റയ്ക്ക്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആർക്കും പറ്റിപ്പോകുന്ന തെറ്റ് അതേ അവർക്കും പറ്റിയുള്ളൂ. അവരെ അതിൻ്റെ പേരിൽ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ അപ്പനെ പിടിച്ച് കെട്ടിക്ക്. ഇല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ നാട്ടുകാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അയാൾ അത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ തൻ്റെ ചെകിട്ടത്ത് പൊട്ടുന്ന ഒരു അടിയായിരുന്നു ജോൺ കൊടുത്തത്. പെട്ടെന്ന് ചായക്കടയിരുന്ന എല്ലാവരും ഭയത്തിൽ എഴുന്നേറ്റിരുന്നു. ഹാ, എൻ്റെ അപ്പന് പെണ്ണ് കെട്ടിക്കാൻ താൻ ആരാടോ? എൻ്റെ അപ്പനെ എനിക്ക് നന്നായി അറിയാം, എൻ്റെ കെട്ടിയോളെ. പിന്നെ ഈ നാട്ടുകാരായ തെണ്ടുകൾ പറയുന്നത് എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. ഞാൻ ആ ഗൾഫിലെ ജോലി ഉപേക്ഷിച്ച് വന്നത് എൻ്റെ കടങ്ങൾ തീർന്നതുകൊണ്ടാണ്. എല്ലാ കാലവും അവിടെ കിടക്കാൻ വേണ്ടിയല്ല ഞാൻ പോയത്. പിന്നെ എൻ്റെ അപ്പൻ ഒരു കല്യാണത്തിന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ അത് നേരത്തെ ചെയ്തേനെ. അന്നതിന് മുതിരാതെ മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയെ പ്രാണനോടും കാമത്തോടെയും നോക്കാൻ മാത്രം വൃത്തികെട്ടവനല്ല എൻ്റെ അപ്പൻ. ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ച് നടന്നു പോകുന്നതിൽ ഇങ്ങനെ വൃത്തികേട് മാത്രം കാണുന്ന തന്നെ പോലെയുള്ള നാട്ടുകാരാണ് ഈ നാടിൻ്റെ ശാപം. നിന്റെയൊക്കെ ഇങ്ങനെയുള്ള കഥകൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഗൾഫിൽ നിന്ന് വന്നത്. എന്നോട് ആരെങ്കിലും ഇത് പറയുകയാണെങ്കിൽ ഇത് തന്നെ മറുപടി കൊടുക്കണം എന്ന് നേരത്തെ തീരുമാനിച്ചതായിരുന്നു. ഇതിപ്പോൾ ഇയാൾക്ക് മാത്രമുള്ള മറുപടിയല്ല, എൻ്റെ അപ്പനെക്കുറിച്ചും പെണ്ണുമ്പിള്ളയെക്കുറിച്ചും ഈ നാട്ടിൽ ഇങ്ങനെ ചെറ്റത്തരം പറഞ്ഞു നടക്കുന്ന എല്ലാവർക്കുമുള്ള മറുപടിയാണ്. നിങ്ങളോടുകൂടിയാ പറയുന്നത്. നിങ്ങളുടെ കടയിലാണല്ലോ ഇങ്ങനെ ചർച്ചകൾ തുടക്കം കുറിക്കുന്നത്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, ആരുടെയെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടേ? അതുകൊണ്ട് നിങ്ങൾ കുറ്റം പറയുന്നതിൽ ഞാൻ ഒരു കുഴപ്പവും കാണുന്നില്ല. പക്ഷെ പറയുമ്പോൾ ഇങ്ങനെയുള്ള ചില ഉപകാരങ്ങൾ തിരിച്ചു കിട്ടുമെന്ന് കൂടി മനസ്സിലാക്കണം. അതും കൂടി സഹിക്കാനുള്ള മനസ്സ് വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാകും. മനസ്സിലായോ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ തീർത്തു തരാം. ഇപ്പോഴേ ഞാൻ നല്ലൊരു മൂഡില, ജോൺ പറഞ്ഞപ്പോൾ പലരും ഭയത്തോടെ അവനെ നോക്കി. അപ്പോൾ തന്നെ ബുള്ളറ്റിൽ മാത്യു അവിടെ എത്തിയിരുന്നു. ബീനയെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ടതിന് ശേഷം ജോണിനെ ഒന്ന് നോക്കി ഹോൺ അടിച്ചതിന് ശേഷം നേരെ ജിമ്മിലേക്ക് അയാൾ പോകുന്നുണ്ടായിരുന്നു. അവൻ കൈപൊക്കി അയാളെ ഒന്ന് കാണിച്ചു. ഇത്തവണ കടയിലിരുന്ന ആർക്കും ഒരു കമൻറ്റും ഇവരെക്കുറിച്ച് പറയണ്ടായിരുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും ഒന്ന് സൂക്ഷിച്ചു നോക്കിയാണ് ജോൺ കടയിൽ നിന്നും ഇറങ്ങിയത്. ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവൻ തമ്മിൽ അപ്പനും മോളും തമ്മിലുള്ള സ്നേഹമാണെന്ന്. ആരൊക്കെയോ അവരുടെ ബന്ധത്തിന് ഓരോ മോശം പേരും കൊടുത്തു. എന്തൊരു മനുഷ്യരാണോ എന്തോ.
കഴിഞ്ഞ ആഴ്ച ഇവരെയും കുറ്റം പറഞ്ഞ് വലിയപ്പൻ അതും പറഞ്ഞ് എഴുന്നേറ്റ് പോയപ്പോൾ കടയിലിരുന്ന എല്ലാവരും അത്ഭുതത്തോടെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു.